എന്തോ കാരണം കൊണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് അന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതെങ്കിൽ അതിവിടെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് ആ വർഗീയ വിഷം തുപ്പിയത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. സാധാരണഗതിക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സൂര്യൻ കിഴക്കൊതിക്കുമെന്നും പടിഞ്ഞാറ് അസ്തമിക്കുമെന്നുമാണ്. എന്നാൽ ഈ കോലാഹലങ്ങൾക്കിടയിൽ പടിഞ്ഞാറിൽ നിന്നാണ് ഈ സൂര്യൻ ഉദിക്കാൻ ശ്രമിച്ചത്. താൻ പങ്കെടുത്ത ഒരു അന്തിചർച്ചയിൽ തന്റെ സഹപ്രവർത്തകൻ തുപ്പിയ വർഗീയ വിഷം അതേപടി ആവർത്തിക്കാനായിരുന്നു ഇയാളും ശ്രമിച്ചത്. എന്താ അല്ലേ, കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്ന്. ഇവിടെ ഈ പരിപ്പ് വേവില്ലെന്ന് ഈ വർഗീയ വിഷം എന്നാണാവോ മനസ്സിലാക്കുന്നത്? തുണ്ടയ്ക്ക് കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന ശീലം CPM-കാർക്ക് പണ്ടേ ഒരു വിനോദമാണ്. കലപ്പ പോലും നേരിൽ ഇതുവരെ കാണാത്ത ദേശീയ കർഷക മോർച്ച നേതാവാണെന്നാണ് ഇയാൾ സ്വയം വിശേഷിപ്പിക്കുന്നത്. കൂടാതെ ഒരു അഭിഭാഷകനെന്നും. കഴിഞ്ഞ വാരം കേരളത്തിലെ കോൺഗ്രസുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും അടിച്ച് പാളിസാക്കുമെന്നാണ് ഇയാൾ വീമ്പിളക്കിയത്. ഒരു വിടുവായുത്തരമായി കണക്കാക്കി ബ്ലിങ് എന്ന് മനഃപൂർവ്വം അത് ഒഴിവാക്കിയതുമാണ്. പക്ഷെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന ഈ മാന്യ വ്യക്തിയെ നമുക്കിനി അവഗണിക്കാൻ സാധിക്കില്ല. അലക്കലല്ല, വാരിയിട്ട് അലക്കുകയാണ് വേണ്ടത്.